إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജനങ്ങളിൽ പലരും ആസ്വദിച്ചുകൊണ്ടും ആനന്ദം കണ്ടെത്തിക്കൊണ്ടും ഒരുപാട് ആഹ്ലാദ തിമിർപ്പിലായിക്കൊണ്ടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിനെ കുറിച്ച് സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ അതിനെ കണ്ടിരുന്നത് മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അൻഹുവിനോടൊരിക്കൽ ദുനിയാവിനെ കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഹലാലുഹാ ഹിസാബുൻ വഹറാമുഹാ അദാബുൻ. അദ്ദേഹം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ദുനിയാവിനെ വിശദീകരിച്ചു നൽകിയിരിക്കുകയാണ്. ദുനിയാവിലുള്ള ഹലാലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മുഴുവൻ കാര്യങ്ങൾക്കും ഹിസാബുണ്ട്. അല്ലാഹു തആല അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതാണ്. വഹറാമുഹാ അദാബുൻ. അല്ലാഹു ഹറാമാക്കി നിശ്ചയിച്ച മുഴുവൻ കാര്യങ്ങൾക്കും അല്ലാഹു നാളെ അതിന് ശിക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ചെയ്തു കൂട്ടുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ആ ചോദ്യങ്ങൾ ഓരോന്നിനും നാം ഉത്തരം പറയേണ്ടതുണ്ട്. ആ ഉത്തരം ശരിയായിരിക്കേണ്ടതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. നിന്റെ റബ്ബാണ് സത്യം. ലനസ്അലന്നഹും അജ്മഈൻ. അവർ മുഴുവൻ പേരെയും തീർച്ചയായും ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അമ്മാ കാനൂ യഅമലൂൻ. അവർ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും എന്ന് അല്ലാഹു തആല പറയുകയാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. റസൂലുമാർ അയക്കപ്പെട്ട സമൂഹത്തെയും ആ റസൂലുമാരെ തന്നെയും തീർച്ചയായും ഞാൻ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ആഖിറത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതാണ് എന്ന ബോധ്യം നമുക്ക് വേണം. അതിലൊന്നാമത്തെ പടി സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ നാം ഒക്കെ മരിച്ചു മണ്ണായി ഖബറിലേക്ക് വെക്കപ്പെടുന്നതാണ്. ഖബറിൽ നാം ഓരോരുത്തരും വെക്കപ്പെടും. ആ ഖബറിലാണ് ആദ്യത്തെ ചോദ്യം ആരംഭിക്കുന്നത്. മഹാനായ സഹാബി അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസിൽ പ്രസക്തമായ ഭാഗം നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നൽ മയ്യിത ഇദാ കാന മുഅ്മിനൻ യഅതീഹി മലകാൻ ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ലഹു. ഒരു മുഅ്മിനായ വിശ്വാസിയാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ മലക്കിദാ ഖബറിലേക്ക് വരികയാണ്. ആ ഖബറിലുള്ള മയ്യിത്തിനെ മലക്ക് എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ആ രണ്ട് മലക്കുകളും അവനോട് ചോദിക്കും, മൻ റബ്ബുക്. മുഅ്മിൻ പറയും, ഫയഖൂലു റബ്ബി അല്ലാഹ്. ഫയഖൂലാനി ലഹു മാ ദീനുക്. അവൻ
അവനോട് ചോദിക്കപ്പെടുന്നത് പിന്നീട് നിന്റെ ദീൻ ഏതാണെന്നാണ്. അവൻ പറയും ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. ഫയഖൂലാനി ലഹു മാ ഹാദാ റജുലു അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കപ്പെടുകയാണ്. അപ്പോൾ അവൻ പറയും ഹാദാ മുഹമ്മദ് ഹുവ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ ദൂതനാണ് എന്നവൻ പറയും. ഫയുനാദി മുനാദിൻ ഫിസ് സമാഇ അൻ സദഖ അബ്ദി, ആകാശലോകത്തുനിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, ആ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിശൂഹു മിനൽ ജന്നഹ് വഅൽബിസൂഹു മിനൽ ജന്നഹ് വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നഹ്, അവന് സ്വർഗത്തിലുള്ള വിരി അങ്ങ് വിരിച്ചു കൊടുക്കുക, സ്വർഗീയ വസ്ത്രം അവനെ ധരിപ്പിക്കുക. ഇതാ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ, അതിന്റെ പരിമളം അവൻ ആസ്വദിക്കുന്നതിന് വേണ്ടി അതങ്ങ് തുറന്നു കൊടുക്കുക എന്ന് ആകാശത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, മുഅ്മിൻ ആദ്യത്തെ ചോദ്യം, ഖബറിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ അവന് സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ചു തുടങ്ങാമെന്നുള്ളത് നാം മനസ്സിലാക്കുക. അമ്മൽ കാഫിർ, എന്നാൽ സത്യനിഷേധി, യഅതീഹി മലകാനി ഫയജ്ലിസാനിഹി ഫയഖൂലാനി ലഹ്, ആ രണ്ട് മലക്കുകൾ അവന്റെ അടുക്കൽ വന്ന് അവനെ ഇരുത്തിയിട്ട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? അവന് പറയാൻ സാധിക്കുകയില്ല. അവൻ പറയും ഹാ ഹാ ലാ അദ്രി, ഇല്ല എനിക്കറിയില്ലെന്ന് അവൻ പറയും. പിന്നീട് അവനോട് ചോദിക്കപ്പെടുന്നത് മൻ നബിയുക, നിന്റെ നബി ആരാണ്? അവൻ പറയും ലാ അദ്രി, എനിക്കറിയുകയില്ല. പിന്നീട് അവനോട് നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കും. അവൻ പറയും അതേ ഉത്തരം, ഹാ ലാ അദ്രി, എനിക്കറിയുകയില്ല എന്നവൻ പറയും. ഫയുനാദി മുനാദിൻ മിനസ് സമാ, ആകാശലോകത്തുനിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, അൻ കദബ അബ്ദി അൻ കദബ്, ഈ മനുഷ്യൻ ഇതാ കളവാണ് പറഞ്ഞത്. ഫഅഫ്രിശൂ ലഹു മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൻ നാർ, നരകത്തിലേക്കുള്ള ഒരു വാതിൽ അവന് തുറന്നു കൊടുക്കുക എന്ന് പറയുന്നതാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ ചോദ്യം നാം ഓരോരുത്തരും ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ ചോദിക്കപ്പെടുന്നത് നമ്മുടെ ഖബറിലാണ്. അവിടെ നമുക്ക് വിജയിക്കേണ്ടതുണ്ട്. പിന്നീട് സഹോദരങ്ങളെ, ഓരോ മനുഷ്യരും ജനങ്ങളിൽ ഓരോരുത്തരും ചോദിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിൽ ഒന്ന് മാദാ കുൻത തഅബദ് മാദാ കുൻത തഅബുദ് വമാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത് എന്ന ചോദ്യം അവർക്കുണ്ടാകും. വമാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങൾ എന്താണ് പ്രവാചകന്മാർക്ക് ഉത്തരം ചെയ്തത് എന്ന ചോദ്യവും ജനങ്ങളിൽ മുഴുവൻ പേർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയവന് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്തത് എന്നവന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മുർസലീങ്ങൾക്ക് എന്താണ് ഉത്തരം ചെയ്തത് എന്നുള്ളത് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചവർക്ക് മാത്രമേ സഹോദരങ്ങളെ അത് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് ഇത് നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. തീർച്ചയായും ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നാം നിത്യേന പാരായണം ചെയ്യുന്ന നമ്മുടെ ഖുർആനിനെ കുറിച്ച്, കിതാബിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഇത് കേവലം ഇവിടെ പാരായണം ചെയ്യാൻ മാത്രമല്ല, മറിച്ച് ഇതുകൊണ്ട് അമല് ചെയ്യാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നീ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി ചോദിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വ ഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക്, ഓ നബിയെ ഇത് താങ്കൾക്കും താങ്കളുടെ ജനതക്കും ഉത്ബോധനമായി കൊണ്ട് ഞാൻ നൽകിയിട്ടുള്ളതാണ്. വസൗഫ തുസ്അലൂൻ, പിന്നീട് നിങ്ങൾ അതുകൊണ്ട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഗൗരവമുള്ള കാര്യമാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള കൽപ്പനകൾ, ഈ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള വിലക്കുകൾ, ഇത് നമുക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാളെ ഈ ഖുർആൻ അതെനിക്ക് ഉള്ള തെളിവായിരിക്കുമോ, അതല്ല എനിക്കെതിരെയുള്ള തെളിവായിരിക്കുമോ? സഹോദരങ്ങളെ, രണ്ടാലൊന്നായിത്തീരുന്നതാണ്. ഖുർആൻ നമുക്ക് സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടേണ്ടതുണ്ട്. ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറയുന്ന കൂട്ടത്തിലാണ് നാം പെടുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഖുർആനിന്റെ വിഷയത്തിൽ, കിതാബിന്റെ വിഷയത്തിലുള്ള ചോദ്യത്തിൽ സഹോദരങ്ങളെ നാം പരാജയപ്പെട്ടു പോകും. പിന്നീട് സഹോദരങ്ങളെ, നമ്മളൊക്കെ ചെയ്യുന്ന അല്ലാഹു തആലയുടെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക നാമൊക്കെ നിസ്കരിക്കുന്ന ഈ 5 നേരത്തെ നിസ്കാരം തന്നെയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരം ഈ നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയത് അത് അതിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കാനാണ്. അള്ളാഹു ആവർത്തിച്ച് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് വഅഖീമുസ്സലാഹ്, നിങ്ങൾ നിസ്കാരം അതിന്റെ ശരിയായ രൂപത്തിൽ നിലനിർത്തണമെന്നാണ്. കേവലം നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. യാന്ത്രികമായി നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കാതെ അശ്രദ്ധയിൽ നിസ്കരിക്കുന്നവർ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെയായിരിക്കും അവരുടെ ചോദ്യമുണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലോ, അവ്വലു മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. ഖിയാമത്ത് നാളിൽ ഒരുവന്റെ കർമ്മങ്ങളിൽ നിന്നും ആദ്യമായി അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നത് അവന്റെ നിസ്കാരമാണ്. ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ്, അത് നന്നായാൽ അവൻ ഇതാ വിജയിച്ചിരിക്കുന്നു. വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിർ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പരാജയമാണെങ്കിൽ അവന് പരാജയം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് ചിന്തിക്കണം. എങ്ങനെയാണ് ആ നിസ്കാരം നാം നോക്കിക്കാണുന്നത്? എങ്ങനെയെങ്കിലുമൊക്കെ സമയമാകുമ്പോൾ അന്നങ്ങ് നിസ്കരിച്ച് തീർക്കുക, പിന്നീട് ദുനിയാവിലേക്ക് മുഴുകുക എന്ന കേവലം രണ്ടാം കാര്യമായിട്ട് നാം മാറ്റിവെച്ചതാണോ നമ്മുടെ നിസ്കാരം? അതല്ല. ഓരോ നിസ്കാരവും ഇത് നിസ്കരിക്കുന്ന സമയത്ത് റബ്ബിനെ നാളെ കണ്ടുമുട്ടണം, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിസ്കാരത്തെ കുറിച്ചും ചോദിക്കുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി, അത് ഖുശൂഓടുകൂടി, ഭയഭക്തിയോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, നാം പരിശോധിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. പിന്നീട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ആയുസ് മുഴുവനും അതിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യുവത്വകാലത്തെക്കുറിച്ച് പ്രത്യേകമായ ചോദ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് അള്ളാഹു നൽകിയ, കനിന്നരുളി നൽകിയ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നതാണ്. അള്ളാഹു തആല അവന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ദീൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ അറിവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും അള്ളാഹു തആല ചോദിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ലാ തസൂലു ഖദമു ഇബ്നി ആദം യൗമൽ ഖിയാമഹ്, ആദം സന്തതിയുടെ കാൽപാദങ്ങൾ അവന് മുന്നോട്ട് നീക്കാൻ സാധിക്കുകയില്ല മിൻ ഇൻദി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ അടുക്കൽ, ഹത്താ യുസ്അലു അൻ ഖംസിൻ, 5 കാര്യങ്ങൾ അവൻ ചോദിക്കപ്പെടുന്നത് വരെ അവന് മുന്നോട്ട് ഒരു അടി വെക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, അവന്റെ ആയുസ് അവൻ എന്തിലാണ് തുലച്ചു കളഞ്ഞിട്ടുള്ളത്? അല്ലാഹു തആല ചോദിക്കുക തന്നെ ചെയ്യും. വ അൻ ശബാബിഹി ഫീമാ അബ്ലാഹ്, അവന്റെ യുവത്വകാലം അവരെന്തിലാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? അള്ളാഹു ചോദിക്കുന്നതാണ്. ആയുസ്സിൽ ഉൾപ്പെട്ടത് തന്നെയാണ് യുവത്വം. പക്ഷെ യുവത്വം പ്രത്യേകം എടുത്തു പറയുകയാണ്. യുവാക്കൾക്ക് ഊർജ്ജസ്വലത അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകിയിട്ടുള്ളത് അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല. ആ സമയം ഭാവി കാലത്തേക്ക്, വയസ്സായ കാലത്തേക്ക് കൂടി അവന് സൽക്കർമ്മങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യുവത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ചോദിക്കുന്നുണ്ട് എന്ന കാര്യം മറന്നുപോകാൻ പാടില്ല. പല യുവാക്കളും ചിന്തിച്ചിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം ഇബാദത്ത് ചെയ്യാം, അവസാനത്തിൽ നന്നാക്കാം, യുവത്വം അടിച്ചു പൊളിക്കേണ്ടതാണ്, യുവത്വം ആസ്വദിക്കേണ്ടതാണ്, ടീനേജ് പ്രായം ആസ്വദിക്കേണ്ടതാണ് എന്ന് സമൂഹം പഠിപ്പിക്കുമ്പോൾ അറിയാതെ യാന്ത്രികമായി അവരുടെ മനസ്സിലും അങ്ങനെ അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, യുവത്വത്തെ കുറിച്ച് പ്രത്യേക ചോദ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹ്, സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമാണ്. അതെങ്ങനെയാണ് അവൻ, അത് അള്ളാഹുവിന്റെ, എങ്ങനെയാണ് അവൻ അത് അവൻ അങ്ങനെയാണ് അവനത് ഉടമപ്പെടുത്തിയത്, എങ്ങനെയാണ് അത് സമ്പാദിച്ചത് എന്നതിന് ചോദ്യമുണ്ട്. അതുപോലെ അതിലുള്ള ഓരോ രൂപയും എങ്ങനെയാണ് അവൻ ചെലവഴിച്ചത് അള്ളാഹു തആല ചോദിക്കുന്നതാണ്. റബ്ബിന് തൃപ്തിയില്ലാത്ത മാർഗത്തിലാണോ, അള്ളാഹുവിന്റെ മാർഗത്തിലാണോ, നീ എന്തിലാണ് ഇത് ചെലവഴിച്ചത്? കൃത്യമായി ചോദ്യമുണ്ട്. വമാദാ അമില ഫീ ബഅലിം, നിനക്ക് അറിവ് കിട്ടിയ വിഷയത്തിൽ എന്താണ് നിന്റെ സമീപനം, നീ എങ്ങനെയാണത് അമല് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ ഈ വിഷയത്തിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ചു നോക്കിയാൽ ഓരോ കാര്യത്തിലും നമുക്ക് ചോദ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ ശരീരാവയവങ്ങൾ, കണ്ണും കാതും നാവും, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾ റബ്ബിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത വിഷയത്തിന്റെ പിന്നാലെ നീ പോകാൻ പാടില്ല.
നിനക്കറിയാത്ത കാര്യം നീ സംസാരിക്കരുത്, അറിയാത്ത കാര്യം പറയരുത്, അതിലേക്ക് നീ നടക്കരുത്. ഇന്ന സമഅ വൽ ബസ്റ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും നിന്റെ കണ്ണും കാതും ഹൃദയവും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവൻ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു തആല സഹോദരങ്ങളെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അവയവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ തൃപ്തിയിൽ മാത്രം അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് സഹോദരങ്ങളെ, ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ആളുകളാണ് നമ്മൾ. ജനങ്ങളുമായി ഇടപെടാതെ നമുക്ക് ജീവിക്കാൻ അവിടെ സാധിക്കുകയില്ല. അവിടെ നമ്മൾ ജനങ്ങളോട് എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത്, അവരുടെ അഭിമാനം, അവരുടെ സമ്പത്ത്, അതുപോലെ തന്നെ അവരുടെ ശാരീരികമായ കാര്യങ്ങളിൽ നമ്മൾക്ക് അവർ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിലും കൃത്യമായ ചോദ്യമുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളയിൽ മക്കയിൽ വെച്ചുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിൽ, പവിത്രമായ നാട്ടിൽ വെച്ച് പവിത്രമായ ദിവസത്തിൽ അവിടുന്ന് പറയുകയാണ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ഹറാമുൻ അലൈക്കും. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും അഭിമാനവും അതുപോലെ തന്നെ നിങ്ങളുടെ രക്തവും നിങ്ങൾക്ക് ഹറാമാണ്, നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒരാൾക്ക് മറ്റൊരുത്തന്റെ സമ്പത്തും, ഒരാൾക്ക് മറ്റൊരുത്തന്റെ അഭിമാനവും, ഒരാൾക്ക് മറ്റൊരുത്തന്റെ രക്തവും അത് ചീന്താൻ അനുവാദമില്ല, അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ പവിത്രമായ ദിവസത്തിൻ്റെതുപോലെ, വഫീ ബലദിക്കും ഹാദാ, മക്കയെ പോലെ, ഫീ ഷഹരിക്കും ഹാദാ, ഈ പവിത്രമായ മാസത്തിൻ്റെതുപോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വ ഇന്നകും സതൽഖൗന റബ്ബക്കും, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതാണ്. ഫയസ്അലുകും അൻ അഅമാലിക്കും, അവൻ നിന്റെ അമലുകളെ കുറിച്ച്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. ഫലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങൾ എന്റെ കാലശേഷം കുഫാറുകളെ പോലെ, പരസ്പരം പിരടി വിട്ടുന്നവരെ പോലെ നിങ്ങൾ ശത്രുക്കളായി തീരാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഓരോരോ കാര്യത്തിനു വേണ്ടി ഏൽപ്പിച്ച ഭരണാധികാരികളെയും ഉത്തരവാദിത്വമുള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, കുല്ലുക്കും റാഇൻ വ മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ള ഭരണമുള്ള ആളുകളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ ഭരണീയരെ കുറിച്ച്, അവന്റെ കീഴിലുള്ള പ്രജകളെ കുറിച്ച് അവൻ ചോദിക്കപ്പെടുന്നതാണ്. അൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഇയതിഹി, രാജ്യത്തിന്റെ ഭരണാധികാരി അവൻ അത് ഉത്തരവാദിത്വമുള്ളവനാണ്, അവന്റെ കീഴിലുള്ള പ്രജകളെ കുറിച്ച് അവൻ ചോദിക്കപ്പെടുന്നതാണ്. വറജുലു റാഇൻ ഫി അഹ്ലിഹി വ മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോ പുരുഷനും അവന്റെ കുടുംബത്തിലെ ഉത്തരവാദിത്വമുള്ളവനാണ്. ആ കുടുംബത്തിൽ എന്ത് കാര്യമാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് അവൻ ചോദിക്കപ്പെടുന്നതാണ്. വൽ മർഅതു റാഇയത്തുൻ ഫി ബൈതി സൗജിഹാ വ മസ്ഊലുൻ അൻ റഇയതിഹാ, ഭാര്യ, പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണമുള്ളവളാണ്. ആ വീട്ടിൽ എന്ത് അന്യായമായി സംഭവിക്കുന്നു എന്നതും അവൾക്ക് ചോദ്യമുണ്ട്. വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി, ഒരു ഭൃത്യൻ യജമാനന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ അവൻ ചോദിക്കപ്പെടുന്നതാണ്. വ മസ്ഊലുൻ അൻ റഇയത്ത്, അവന്റെ കീഴിലുള്ള വൽ ഖാദിമു റാഇൻ ഫീ മാലിഹി വ മസ്ഊലുൻ അൻ റഇയതിഹി അലാ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, അറിയുക, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഭരണമുണ്ട്, ഓരോരുത്തരും ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് മേഖലകൾ നമ്മൾ എടുത്തു നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊരു ചോദ്യം നാളെ ചോദിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ ചോദ്യം എനിക്ക് കൃത്യമായി നൽകാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതല്ലാത്ത പോക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന അവയവങ്ങളായിരിക്കും അവിടെ ഉത്തരം പറയുക. നമ്മുടെ കൈയാണ് സംസാരിക്കുക, നമ്മുടെ കാലായിരിക്കും സംസാരിക്കുക, നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ന്യായവാദങ്ങൾ നിരത്താൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാളെയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമാക്കി നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമാക്കി നൽകിയ മുഴുവൻ കാര്യങ്ങളും, നമ്മുടെ വീടാകട്ടെ,
നമുക്കുള്ള ഭക്ഷണമാകട്ടെ, നാം ധരിക്കുന്ന വസ്ത്രമാകട്ടെ, ഇതിനെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യുമെന്നുള്ളതും നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. ഒരിക്കൽ സൂറത്തു തകാസിറിലെ ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ, തീർച്ചയായും ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച്, സുഖാനുഭൂതികളെക്കുറിച്ച് നിങ്ങളോട് പിന്നീട് ചോദ്യം ചോദിക്കപ്പെടും എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബികൾക്കാണല്ലോ ആയത്ത് ഇറങ്ങുന്നത്. സ്വഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് വഅയ്യു നഈമി നുസ്അലു അൻഹു, അല്ലാഹുവിന്റെ റസൂലേ, ഏത് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കപ്പെടുന്നത്? വഇന്നമാ ഹുമൽ അസ്വദാനി തംറു വൽ മാ, നമ്മുടെ കയ്യിലുള്ളത് ഈത്തപ്പഴവും വെള്ളവുമാണ്. ഭക്ഷണമായി ഈത്തപ്പഴമേ നമ്മുടെ കയ്യിലുള്ളൂ, കുടിക്കാൻ വെള്ളമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇതിനെക്കുറിച്ചും ചോദ്യമുണ്ട് എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമാ ഇന്നഹു സയകൂൻ, അറിയുക, ആ വിഷയത്തിൽ നിങ്ങൾക്ക് ചോദ്യമുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, സ്വഹാബികൾ എത്ര ദാരിദ്ര്യത്തിലും എത്ര കഷ്ടപ്പാടിലുമാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അവർക്ക് കിട്ടിയ ആ തുച്ഛമായ വിഭവത്തിൽ പോലും ചോദ്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അറിയിച്ചിട്ടുള്ളത്. ആ വിഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനത്തിലാണോ, അതല്ല അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് കൃത്യമായ ചോദ്യമുണ്ട്. ഹദീസിൽ കാണാം, നിങ്ങൾ ദാഹം അകറ്റാൻ വേണ്ടി കുടിക്കുന്ന തണുത്ത ജലത്തിന്റെ വിഷയത്തിൽ പോലും നിങ്ങൾക്ക് ചോദ്യമുണ്ട് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം, ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണ് അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കൃത്യമായി ശുക്ർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. സഹോദരങ്ങളെ, നമ്മളിൽ വീഴ്ച വരുത്തിയ ആളുകൾ ധാരാളം ഉണ്ടാക്കും. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ബോധ്യമില്ലാതെ, മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ബോധ്യമില്ലാതെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരേക്കും അള്ളാഹു തൗബ ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ആ സമയം മുതലെടുത്തുകൊണ്ട് നന്നായവനാണ് ഏറ്റവും ഭാഗ്യം ലഭിച്ചയാൾ. എന്നാൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടും ഒരു തൗബക്ക് തയ്യാറാകാത്തവൻ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദം കാണിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാത്തവൻ, സഹോദരങ്ങളെ, അവനാണ് ഏറ്റവും ഭാഗ്യം കെട്ടവൻ. മഹാനായ അബു നഈം തന്റെ ഹില്യയിൽ ഉദ്ധരിച്ച ഒരു കഥ കാണാൻ സാധിക്കും, ഒരു സംഭവം കാണാൻ സാധിക്കും. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ ഒരു മനുഷ്യന്റെ അടുക്കൽ പോയി ചോദിക്കുകയാണ്, കം അത്തത് അലൈക്ക്, നിനക്ക് എത്ര വയസ്സായിട്ടുണ്ട്, താങ്കൾക്ക് എത്ര വയസ്സാണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, 60 സന, എനിക്ക് 60 വയസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞു, ഫഅൻത മുൻസു 60 സന തസീറു ഇലാ റബ്ബിക തൂഷികു അൻ തബ്ലുഗ്, നീ ദാ കഴിഞ്ഞ 60 വർഷമായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിന്റെ സമയമാകാറായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ആ മനുഷ്യൻ പറഞ്ഞു, യാ അബാ അലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മരണം ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ അത് പറയുകയുണ്ടായി. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം ചോദിച്ചു, തഅലമു മാ തഫ്സീറു, നിനക്കറിയുമോ നീ പറഞ്ഞ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിന്റെ വിശദീകരണം എന്താണെന്ന് നിനക്കറിയുമോ? അയാൾ പറഞ്ഞു, ഫസ്സിർ ലനാ യാ അബാ അലി, ഓ അബു അലി, താങ്കൾ എനിക്കത് വിശദീകരിച്ചു തന്നാലും. അയാൾ പറഞ്ഞു, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇന്നാ ലില്ലാഹ്, നീ ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അന ലില്ലാഹി അബ്ദുൻ വ അന ഇലല്ലാഹി റാജിഉൻ, ഞാൻ അള്ളാഹുവിന്റെ അധീനതയിലുള്ള, അവന്റെ ഉടമസ്ഥതയിലുള്ള ഒരു അടിമ മാത്രമാണ്. വ അന ഇലല്ലാഹി റാജിഉൻ, നാളെ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടവനുമാണ്. ഫമൻ അലിമ അന്നഹു അബ്ദുൽ ലില്ലാഹ്, ആരെങ്കിലും മനസ്സിലാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ അധീനതയിലുള്ള അവന്റെ അടിമ മാത്രമാണ്. വ അന്നഹു ഇലൈഹി റാജിഉൻ, അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവനാണ് എന്നാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫൽയഅലം ബിഅന്നഹു മൗഖൂഫുൻ, അവൻ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ മുന്നിൽ നീ നിൽക്കേണ്ടി വരും എന്നത് നീ മനസ്സിലാക്കുക. വമൻ അലിമ ബിഅന്നഹു മൗഖൂഫുൻ ഫൽയഅലം ബിഅന്നഹു മസ്ഊലുൻ, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന് അറിയുന്നവൻ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ മുന്നിൽ നീ ചോദ്യം ചെയ്യപ്പെടും. വമൻ അലിമ അന്നഹു മസ്ഊലുൻ ഫൽയുഇദ്ദ ലിസ്സുആലി ജവാബ, അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയവൻ തീർച്ചയായും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിക്കൊള്ളട്ടെ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മനുഷ്യന് പ്രയാസമായി. അദ്ദേഹം ചോദിച്ചു, ഫമൽ ഹീല, ഇനി എന്താണ് മാർഗം, ജീവിതം അങ്ങനെ ആയിപ്പോയി. അദ്ദേഹം പറഞ്ഞു, യസീർ, കാര്യം എളുപ്പമാണ്.
അദ്ദേഹം ചോദിച്ചു, മാഹി, എന്താണ് കാര്യം? അദ്ദേഹം പറഞ്ഞു, തുഹ്സിൻ ഫീമാ ബഖിയ യഗ്ഫിർ ലക മാ മള വമാ ബഖി. നീ നിന്റെ ശിഷ്ടകാലം നന്നാക്കുക, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കഴിഞ്ഞുപോയതും ശേഷമുള്ളതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല പുറത്തു തരും, അതെല്ലാം നന്നാക്കി തരും. ഫഇന്നക ഇൻ അസഅത ഫീമാ ബഖി, ഇല്ല, ഇനിയും നീ മോശത്തിൽ തന്നെ തുടരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അഖദത് ബിമാ മള വമാ ബഖി, അല്ലാഹു തആല കഴിഞ്ഞതും ശേഷമുള്ളതും മുഴുവൻ തിന്മകളും അല്ലാഹു നിന്നെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം ഉപദേശം കൊടുത്തത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഇനിയുള്ള ജീവിതം നമ്മൾ കൃത്യമായി ഏതു നേരവും റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധ്യത്തോടുകൂടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഭയപ്പാടോടുകൂടി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അല്ലാഹു അവൻ്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗം കൊണ്ടും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ ഇതായി വീണ്ടും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, മസ്ജിദുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സഹായം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദർക്ക് തക്കതായ ശിക്ഷ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أدخلنا الجنة، اللهم أدخلنا الجنة، اللهم أدخلنا الجنة برحمتك يا أرحم الراحمين. اللهم إنا نسألك الهدى والتقى والعفاف والغنى، اللهم إنا نسألك الهدى والتقى والعفاف والغنى، اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح شبابنا، اللهم أصلح شبابنا وفتياتنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه.